ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷത്തിൽ ഇറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ മലയാള കൃതികളുടെ പട്ടിക മലയാള മനോരമ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടിശങ്കരൻ്റെ യാത്രകൾ. മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മനു ജോസഫ് എഴുതിയതാണ്. വളരെ ചെറിയ പുസ്തകമാണിത്. പക്ഷേ ഈ ചെറിയ പുസ്തകത്തിലൂടെ ഒരമ്മൂമ്മ, നാണിമുത്തി എന്ന ഒരമ്മൂമ്മ പറയുന്നൊരു കഥയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം. ഒരു ആനക്കുട്ടിയുടെ കഥ. ആനക്കുട്ടി കാട്ടിൽ ഉളച്ചു നടന്നിരുന്ന ആ ആനക്കുട്ടി ഒരു പുഴ, ആ കാട്ടിലെ പുഴ കടലിലെത്തിച്ചേരുന്ന ഒരു കഥയാണ്. ആ കടലിലേക്ക് യാത്ര ചെയ്ത ഈ പുഴയെ തേടി നടക്കുന്ന ആനയാണ് കുട്ടിശങ്കരൻ. ആന ക്രമേണ നാട്ടിൽ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടുന്നു. അത് ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. അവസാനം ആനക്കുട്ടി കടലിൻ്റെ അടുത്തെത്തി ആ പുഴയെ കണ്ടെത്തുന്നു. ഇതിലൂടെ പരിസ്ഥിതിയെക്കുറിച്ച്, ജീവജാലങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച്, ജീവികളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യത്തിനെക്കുറിച്ച്, ആനകൾക്കെതിരെ നടക്കുന്ന നാട്ടുകാർ, ജനങ്ങൾ, മനുഷ്യർ നടത്തുന്ന ദ്രോഹങ്ങൾക്കെതിരെ ഒക്കെ കുട്ടികളുടെ അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നൊരു കഥയാണ്. അത് വളരെ രസകരമായ, കുട്ടികൾക്ക് രുചിക്കുന്ന കഥനത്തിലൂടെയാണ് മനു ജോസഫ് ഇത് നിർവഹിക്കുന്നത്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിൻ്റെ ധൈര്യം. ഈ ബാലസാഹിത്യ കൃതികൾക്ക് മലയാളത്തിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. 19ാം നൂറ്റാണ്ടിൽ മുതൽ മലയാളത്തിൽ ബാലസാഹിത്യ കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയിൽ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം 1824 ഇറങ്ങിയ പുസ്തകം കുട്ടികൾക്കുള്ള ഒന്നായിരുന്നു. ചെറു പൈതങ്ങളുടെ ഉപകാരത്തിന് ആയി ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഒരു വിദേശ മിഷണറി വനിത എഴുതിയ പുസ്തകമാണ്. അന്നു മുതൽ ഈ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സാഹിത്യകാരും കവികളും മറ്റും കുട്ടികൾക്കുള്ള കവിതകൾ, കുട്ടികൾക്കുള്ള പദ്യങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ ഇറക്കുന്നുണ്ട്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ മുതൽ ദീർഘമായ ഒരു പട്ടിക ഈ ബാലസാഹിത്യ രചനകളുടെ പിന്നിലുണ്ട്. ഞങ്ങളുടെ തലമുറ വളരെ മനോഹരമായ ബാലസാഹിത്യ കൃതികൾ വായിച്ചാണ് വളർന്നത്. അതിൽ നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകമുണ്ട്, സുമംഗലയുടെ കുറ്റാന്വേഷണ കഥകളുണ്ട്, പി നരേന്ദ്രനാഥിൻ്റെ കഥകളുണ്ട്, മാലി മാധവൻ നായർ എഴുതിയ രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ കുട്ടികൾക്കുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. കുട്ടികളുടെ മനോഹരമായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് 60കളിലും 70കളിലും ഒക്കെ. ചിലമ്പൊലി, പൂമ്പാറ്റ, പിന്നീട് ബാലരമ, ബാലയുഗം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ. ഇങ്ങനെ മലയാളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക വളർച്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് ആണ് ഈ ബാലസാഹിത്യ കൃതികൾ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മാത്രമല്ല, മനുഷ്യർ പൊതുവെ പുസ്തക വായനയിൽ നിന്ന് അകന്ന് സ്ക്രീനുകളിലേക്കും ടാബുകളിലേക്കും കിൻഡിലിലേക്കും ഒക്കെ മാറി എന്ന് കരുതപ്പെടുന്ന ഈ കാലത്തും കുട്ടികളുടെ സാഹിത്യകൃതികൾ ധാരാളം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇതിലൊക്കെ വാസ്തവത്തിൽ ഒരു പുതിയ ജീവിതത്തേക്ക്, പുതിയ ലോകത്തെക്കുറിച്ച് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതി, അവർക്ക് ആ ലോകത്തെക്കുറിച്ച് പുതിയ അറിവുകൾ പ്രദാനം ചെയ്യുന്ന ഒരു വളരെ രസകരമായ ഒരു സംഭാവനയാണ്, വളരെ ശ്രദ്ധേയമായ ഒരു സംഭാവനയാണ് ബാലസാഹിത്യ കൃതികൾ ചെയ്യുന്നത്. ഇതിൽ ആധുനിക കാലത്തും 20ാം നൂറ്റാണ്ടിൽ കുമാരനാശാൻ, വള്ളത്തോൾ ഇവരൊക്കെ കുട്ടികൾക്കുള്ള കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. പന്തളം കേരളവർമ്മ അല്ലെങ്കിൽ കുമാരനാശൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള രചനകൾ ഭക്തി കൃതികളുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കുള്ള കഥകളുണ്ട്. ചന്തമേറിയ പൂവിലുമൊക്കെ എല്ലാ കുട്ടികളും, ആ കാലഘട്ടത്തിലെ കുട്ടികൾ സ്കൂളിൽ ചൊല്ലുന്ന കീർത്തനങ്ങളാണത്.
അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ള കാക്കേ കാക്കേ കൂടെവിടെ, പ്രാവേ പ്രാവേ പോകരുതേ തുടങ്ങിയ ഉള്ളൂരിൻ്റെ കൃതികൾ. ഇങ്ങനെ മലയാളത്തിലെ സാഹിത്യ 60കളിൽ മറ്റും NBS ഇറക്കിയ സമ്മാനപ്പെട്ടി എന്നുള്ള വളരെ ഗംഭീരമായ ബാലസാഹിത്യ കൃതികളുടെ ഒക്കെ സഹായത്തോടെയും അതിൻ്റെ സമ്പന്നമായിട്ടുള്ള ഒരു സാംസ്കാരിക സാന്നിധ്യത്തിലുമാണ് ഞങ്ങളുടെ തലമുറയൊക്കെ വളർന്നു വന്നത്. അതിൽ കാരൂരിൻ്റെ കഥകളുണ്ട്, ബഷീറിൻ്റെ കഥകളും മറ്റും പലതും കുട്ടികൾക്ക് പോലും രുചിക്കുന്ന രീതിയിൽ, ആസ്വാദ്യമാകുന്ന രീതിയിൽ എഴുതിയവയുണ്ട്. കുട്ടികളുടെ രചന ബാലസാഹിത്യ കൃതി വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള, ഏറ്റവും വളരെ ക്ലേശകരമായിട്ടുള്ള, വളരെയധികം കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന ഒരു രചന ആണ് അതിൽ ആവശ്യപ്പെടുന്നത് എന്ന് പലരും പറയാറുമുണ്ട്. എന്തിനു പറയുന്നു, MT വാസുദേവൻ നായർ പോലും കുട്ടികൾക്കായി രചിച്ചതാണ് മാണിക്യക്കല്ല് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചന. അങ്ങനെ ലളിതാംബിക അന്തർജനം, ഇങ്ങനെ വളരെ തലപ്പൊക്കമുള്ള സാഹിത്യക്കാർ, പിന്നെ VP മുഹമ്മദ്, CP പള്ളിപ്പുറം, ഇവരെല്ലാവരും ഈ ബാലസാഹിത്യ രംഗത്ത് വളരെ സജീവമായ സാന്നിധ്യം അറിയിച്ചവരാണ്. അമ്മയുടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. ഇന്ന് അത്ര പ്രശസ്തരായ എഴുത്തുകാർ എത്ര പേരുണ്ട് എന്നുള്ളതിനെപ്പറ്റി വലിയ രൂപമില്ല എനിക്ക്. അതിൽ സന്തോഷ് ഏച്ചിക്കാനം പോലെയുള്ള ആധുനിക കാലത്തെ സാഹിത്യകാർ പോലും കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇങ്ങനെ ബാലസാഹിത്യം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ശാഖ മലയാളത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ചരിത്രമുള്ള ആ ശാഖയ്ക്ക് ഇന്നും അതിന് സജീവമായ ഒരു പാരമ്പര്യം, ഒരു അനുസ്യൂതി ഉണ്ട് എന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് ഈ കുട്ടിശങ്കരൻ്റെ യാത്രകൾ. കുട്ടികൾക്ക് അങ്ങേയറ്റം രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ആഖ്യാന രീതി. അങ്ങനെ കുട്ടികളെല്ലാം പുഴയുടെ തീരത്തെ കൽമണ്ഡപത്തിനരികെ കൂടിയിരുന്നൊരു നേരത്ത് നാണിമുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങി. ഇമ്മിണി പഴയ കഥയാ കേട്ടോ ഈ കാണുന്ന പുഴയുടെ കഥ. പുഴ തേടിപ്പോയ കുട്ടിശങ്കരൻ എന്ന ആനയുടെ കഥ, അവന് കൂട്ടുപോയ രാവുണ്ണിപ്പാപ്പാൻ്റെയും കിന്നരി തത്തയുടെയും കഥ. കണ്ണിമ ചിമ്മാതെ കാതുകൂർപ്പിച്ച് കുട്ടികളെല്ലാം നാണിമുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പണ്ട് മാമലകൾക്കപ്പുറത്ത് മഹാമുനി പാർത്തിരുന്ന കാടിനുള്ളിൽ ഒരു ഉറവ പിറന്നു. കാടാകെ ഉത്സവം പോലെ അവളുടെ ജന്മം ആഘോഷിച്ചു. അവൾ വളർന്നു. അതോടൊപ്പം കാടിനുള്ളിൽ ഒരു ആധിയും ഉടലെടുത്തു. ഇതെന്ത് അനീതിയാണ്! നമ്മൾ ചോരയും നീരും കൊടുത്ത് വളർത്തുക, വലുതായാൽ കടലിന് സമർപ്പിക്കുക. ഞാനിത് സമ്മതിക്കില്ല. ദാനം ചെയ്ത് കാട് മുടിയും. കരടി മൂപ്പൻ്റെ വാക്കുകളിൽ ക്ഷോഭമുണ്ടായിരുന്നു. എങ്കിലും കണ്ണുകളിൽ ആ കോപം നിറയ്ക്കാൻ മൂപ്പന് കഴിഞ്ഞില്ല. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൃഗരാജൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കരയരുത് മൂപ്പ, കാടിൻ്റെ നിയമങ്ങൾ തിരുത്താൻ നമുക്ക് കഴിയില്ല. എന്നോ എഴുതപ്പെട്ട ആ നിയമങ്ങളിലാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ. നിയമങ്ങൾ അനുസരിക്കാതെ വനദേവതയുടെ അനിഷ്ടത്തിന് കാരണമാകരുത്. ഇങ്ങനെ കുട്ടികൾക്ക് രസിക്കുന്ന കഥാപാത്രങ്ങളും രൂപകങ്ങളും ഇതിലൂടെ മനു ജോസഫ് പറയാൻ ശ്രമിക്കുന്നത് പ്രകൃതിയെയും മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കേണ്ടതിൻ്റെ, ഇവരെല്ലാം ഒരു സാകല്യത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, കുട്ടികളെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ്. അതിനെപ്പറ്റി ഒരു സംശയം.